എല്ലാവർക്കും ഗണിട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 18/7/2024 നടന്ന ആംബുലൻസ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ മാത്സിൻ്റെ സൊല്യൂഷൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലാസ്റ്റ് ഇയറുടെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഇത് നല്ലത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് തന്നെയാണ് ഇതിൽ ഏകദേശം ഉള്ളത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എങ്കിലും നമുക്കതൊന്ന് സൊല്യൂഷൻസ് ഞാൻ എഴുതിയിടുകയാണ്. എല്ലാവരും മാക്സിമം ഇത് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഓരോ ദിവസങ്ങളിലും ഓരോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും പിന്നെ ആഴ്ചകളിലൊക്കെ ഓരോ പോർഷൻ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇടുന്നുണ്ട്. അതൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമാവും. നിങ്ങൾക്ക് വല്ല ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യാനുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുവഴി അയച്ചു തരാവുന്നതാണ്. നമുക്കത് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കയറാം. ചോദ്യം വായിക്കുക. 15/18 ഈക്വൽ ടു (?30). അപ്പോൾ 15നെ 18 കൊണ്ട് ഹരിക്കുന്നതും ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു സംഖ്യ അയാൾ 30 കൊണ്ട് ഹരിക്കുന്നതും തുല്യം തന്നെയാണ്. നമുക്കതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ 15/18 ഈക്വൽ ടു (?30). നമുക്കിത് ഇങ്ങനെ ഇട്ട് തന്നെ ചെയ്യാം. ഈ 15നെയും 18നെയും ഒന്ന് ചെറുതാക്കുകയെ മുകളിലും താഴെയും. അപ്പോൾ നമുക്ക് 3 കൊണ്ട് ചെറുതാക്കാം. ഇവിടെ എത്ര വരും? 5 എന്ന് വരും. ഇവിടെ എത്ര വരും? 6 വരും. അപ്പോൾ ഈ 5/6 എന്നാണ് അതിൻ്റെ ലഘുരൂപം. അതിന് പകരമാണ് താഴെ 30 മുകളിലൊരു ക്വസ്റ്റ്യൻ മാർക്കും വന്നിരിക്കും. ഇനി ഇവിടെ ആലോചിച്ചേ, ഈ 6 എന്നുള്ളത് 30 ആകാൻ നമ്മൾ എന്ത് ചെയ്തു? 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 6 5 എത്രയായി? 30 ആയി. അപ്പോൾ ഇവിടെ 5 കൊണ്ട് ഗുണിച്ചെങ്കിൽ ഇവിടെ നമ്മൾ 5 കൊണ്ട് തന്നെ ഗുണിക്കണം. അപ്പോൾ 5 × 5 അവിടെ എത്ര വരും? 25 എന്ന് പറയും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ സ്ഥലത്ത് എത്ര വരിക? 25 എന്ന് വരും. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, തെറ്റൊന്നുമില്ല. എളുപ്പമാർഗ്ഗം ഇതായതുകൊണ്ട് ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം. 5 കിലോ ഗോതമ്പിന് 91 രൂപ 50 പൈസ അഥവാ 91.50 രൂപ ആകുമെങ്കിൽ 183 രൂപയ്ക്ക് എത്ര കിലോ ഗോതമ്പ് കിട്ടും? ഇവിടെ ഇത് നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വഴി എഴുതിയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് വളരെ എളുപ്പമായിട്ടൊരു ക്വസ്റ്റ്യനാണിത്. കാര്യം ചെറിയൊരു കാര്യം പഠിച്ചാൽ മതിയായിരുന്നു. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, 91 രൂപ 50 പൈസ ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് 5 കിലോഗ്രാം ഗോതമ്പ് കിട്ടി. ഇനി 183 രൂപയ്ക്ക് എത്ര കിട്ടുമെന്ന് ചോദിച്ചിരിക്കുന്നത് ഈ 91.50 എന്നുള്ള ആളെ 2 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കിക്കേ. 2 × 0 അത് 0ആണ്. 2 × 5 10ന് 0. ശിഷ്ടം 1. 2 × 1 2 1 3. 2 × 9 18. കണ്ടോ? 183 രൂപ വന്നു. എന്ന് വെച്ചാൽ ഈ വന്നിരിക്കുന്ന വിലയുടെ ഇരട്ടി അഥവാ ഇയാളെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എത്ര രൂപയായിട്ട് മാറുക? 183 രൂപയാകുക. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചുകൊണ്ട് ഇവിടെയും നമുക്ക് 2 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 5 കിലോയ്ക്ക് വരെ എത്ര കിട്ടാം? 10 കിലോഗ്രാം കിട്ടാം. അപ്പോൾ 183 രൂപയ്ക്ക് നമുക്ക് 10 കിലോഗ്രാം ഗോതമ്പ് ലഭിക്കും. നമ്മുടെ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യം. 5 അത് കഴിഞ്ഞ് ബ്രാക്കറ്റിലാണ് 21 - 7 എന്ന് വെച്ചാൽ 5 × 21 - 7 + 7 × 2 എന്ന് വെച്ചാൽ എത്ര? ബോട്ട് മാസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ചെറിയ ക്വസ്റ്റ്യനാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ എഴുതാം. 5 അത് കഴിഞ്ഞ് ബ്രാക്കറ്റിലാണ് 21 - 7 + 7 × 2. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 5 അങ്ങനെ തന്നെ ഇട്ടേക്കുക. ഈ +7 × 2 അങ്ങനെ ഇട്ടേക്കുക. ബോട്ട് മാസ് അനുസരിച്ച് ആദ്യം ബ്രാക്കറ്റ് ഫംഗ്ഷൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഇത്രയും മാത്രം. 21ൻ്റെ അകത്ത് നിന്ന് 7 കുറക്കുക. 21ൽ നിന്ന് 7 കുറച്ചാൽ എത്ര കിട്ടാം? 14 എന്ന് കിട്ടാം. അപ്പോൾ ആ ബ്രാക്കറ്റിൻ്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. അതുകൊണ്ട് ഞാനിവിടെ ഇൻറ്റു കാണിച്ചത്. അപ്പോൾ 5 × എത്ര? 14. ഇനി നമുക്ക് ഇൻറ്റു ചെയ്യാം. 14ഉം 5ഉം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടാം? 70 പ്ലസ് അങ്ങനെ തന്നെ കാണിക്കുക. 7ഉം 2ഉം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടാം? 14. അങ്ങനെ 70ഉം 14 കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി?
84. ഡി എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്ഷൻ. അടുത്ത ചോദ്യം വായിക്കുക. 6 ആളുകൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. എന്നാൽ ഒരാൾ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഇപ്പോൾ നമ്മൾ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്, എങ്കിലും ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞേക്കാം നിങ്ങൾക്ക്. ഇപ്പോൾ 6 ആളുകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? 10 ദിവസം കൊണ്ട് ചെയ്യുന്നു. ഒരാൾക്ക് ചെയ്യാൻ എത്ര ദിവസം വേണം നമുക്കറിയില്ല, നമ്മൾ അയാളെ എക്സ് ദിവസവും എടുക്കുന്നു. അപ്പോൾ 6 ആളുകൾ 10 ദിവസം കൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ആകെ ജോലി എത്രയാണ്? 6 × 10 അവിടെയുള്ള ജോലി. ഒരാൾ എക്സ് ദിവസം കൊണ്ട് ചെയ്യുന്ന പറയുമ്പോൾ അപ്പോഴും ആ ജോലി എത്ര തന്നെ? 1 × x. ആകെ ജോലി എത്രയുണ്ട്? 1 × x തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ആൾ ഒരാൾ ചെയ്താലും 6 ആൾ ചെയ്താലും ജോലി തുല്യമാണ്. അപ്പം 6 × 10 എന്ന് പറഞ്ഞാലും 1 × x എന്ന് പറഞ്ഞാലും തുല്യമാണ്. അപ്പോൾ 1 × x എത്രയാണ്? എക്സ്. 6 × 10 എത്ര? 60. എന്ന് വെച്ചാൽ എത്ര? ഒരാളാണ് ആ ജോലി ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് 60 ദിവസം കൊണ്ടേ ആ ജോലി ചെയ്തു തീർക്കാൻ പറ്റുള്ളൂ. ആൻസർ സി ആണ് നമ്മുടെ ഓപ്ഷനിൽ കിടക്കുന്ന. അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം വായിക്കുക. 3/13, പിന്നെ ഒരു ഡിവൈഡ് ബൈ ചിഹ്നം കാണിച്ചിട്ടുണ്ട്. 4/26. അപ്പം നമ്മളിങ്ങനെ 3/13 എന്ന് പറയുന്ന ആളും ഡിവൈഡഡ് ബൈ കാണിച്ചിട്ട് 4/26 എന്നും കാണിച്ചിട്ടുണ്ട്. നമ്മൾ 2 ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ നിയമം എങ്ങനെയാണ്? അതിൽ ആദ്യത്തെ ഫ്രാക്ഷനെ നമ്മൾ അങ്ങനെ തന്നെ കാണിക്കണം. ഈ നടുക്ക് വന്നിരിക്കുന്ന ഡിവൈഡിന് പകരം ഇൻറ്റു എന്ന് കാണിക്കണം. രണ്ടാമത്തെ ഫ്രാക്ഷൻ അഥവാ ഡിവൈഡ് കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളെ തിരിച്ച് കാണിക്കണം. റെസിപ്രോക്കൽ കാണിക്കും. 26/4 എന്ന് കാണിക്കണം. എന്നിട്ട് നമുക്കിവിടെ വെട്ടിക്കളയാൻ പറ്റും. നോക്കിക്കോണം. ഈ 13ഉം 26ഉം കൂടെ നമുക്ക് വെട്ടാം. 13 × 2 ആണ് എത്ര? 26. അപ്പോൾ 2 കാണിക്കാം. ഈ 2ഉം 4ഉം കൂടെ വെട്ടാം. ഇവിടെ 1 തവണ, ഇവിടെ 2 തവണ. അങ്ങനെ നമുക്ക് 3 × 1 3 താഴെ 2 എന്നും വരും. നമ്മുടെ ആൻസർ 3/2 എന്നാണ്. ഓപ്ഷൻ എ ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യം. 0.99 എത്ര കൂട്ടിയാൽ 2 കിട്ടും? നമുക്കത് 0.99 അല്ലേ, വളരെ ചെറിയ ക്വസ്റ്റ്യനാണ്, എങ്കിലും ഞാൻ നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ എഴുതിയാണ്. 0.99 ഏതോ ഒരു സംഖ്യ ഞാൻ കൂട്ടിയതാണെന്ന് എനിക്കറിയില്ല. കൂട്ടിയപ്പോഴാണ് എനിക്ക് എത്ര കിട്ടിയത്? 2 കിട്ടിയത്. അപ്പോൾ സംഖ്യ കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഇപ്പോൾ 2 ഉണ്ട്. ഈ പ്ലസ് അപ്പുറത്ത് പോകുമ്പോൾ -0.99. നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 2 എന്നല്ല കാണിക്കേണ്ടത്. ഇവിടെ 2 ദശാംശ സ്ഥാനം ഉള്ളതുകൊണ്ട് 2.00 എന്ന് കാണിക്കണം. അവിടെ അതിൻ്റെ അതാണ് 0.99 കുറക്കേണ്ടത്. ഉണ്ടോ? നമുക്ക് കടമെടുത്ത് കുറക്കാൻ പറ്റുന്നതാണ്. ഇവിടെ 1, ആ 1 ഈ 0ലേക്ക് വന്നപ്പോൾ അത് 10 മാറി. ആ 10ൽ നിന്ന് ഒരു 1 ഇങ്ങോട്ട് കടമെടുത്തു. അപ്പോൾ ഇത് 10 മാറും. ഇത് എത്രയായിട്ട് മാറും? 9 മാറും. ഇനി പറ, 10ൽ നിന്ന് 9 പോയാൽ 1. ഇവിടെ 9ൽ നിന്ന് 9 പോയാൽ 0. ഇവിടെ ഒരു 1 മിച്ചവും ഉണ്ട്. 1.01 എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. ബി ആണ് ഓപ്ഷൻ. അടുത്ത ചോദ്യം. മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ച ആയാൽ ആ മാസം എത്ര ചൊവ്വാഴ്ചകൾ കാണും? നമുക്കിപ്പോൾ ഈ 1-ാം തീയതി ഏത് ദിവസമാണോ 31 ദിവസങ്ങളുള്ളതായ മാസങ്ങളിൽ 1-ാം തീയതി ഏത് ദിവസമാണോ അത് കഴിഞ്ഞുള്ള 1, 2, 3 തീയതികളായി വരുന്ന ദിവസങ്ങളെല്ലാം 5 എണ്ണം വീതം കാണും. ആ ദിവസങ്ങളെല്ലാം 5 എണ്ണം വീതം, ബാക്കിയെല്ലാം 4 എണ്ണം വീതം കാണും. ഇനി 30 ദിവസങ്ങളുള്ളതെന്ന് വെച്ചാൽ 30 മാസങ്ങളാണെന്ന് വിചാരിക്കുക. അതാണെങ്കിൽ 1ഉം 2ഉം വരുന്ന 1-ാം തീയതിയും 2-ാം തീയതിയും വരുന്ന ദിവസങ്ങൾ, ആ ദിവസങ്ങളെല്ലാം 5 എണ്ണം വീതം കാണും. ബാക്കിയെല്ലാം 4 എണ്ണം വീതമായിരിക്കും. അപ്പോൾ ഇവിടെ മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ചയാണ്. അപ്പോൾ മാർച്ച് എന്ന് പറയുന്നതിന് 31 ഉണ്ട്. അപ്പോൾ 31 ദിവസങ്ങളുണ്ട്, നമുക്കറിയാം.
അപ്പോൾ 1-ാം തീയതി തിങ്കളാഴ്ച, അപ്പോൾ തിങ്കളാഴ്ച എന്ന് പറയുന്ന ആൾ 2-ാം തീയതി ആരായിരിക്കും? ചൊവ്വാഴ്ചയായിരിക്കും. 3-ാം തീയതി ആരായിരിക്കും? ബുധനാഴ്ചയായിരിക്കും. ഈ 3 ദിവസവും, ആദ്യത്തെ 3 ദിവസവും എത്രണ്ണം വീതം കാണും? 5 എണ്ണം വീതം കാണും. കാര്യം എന്താ നമുക്ക് വേണം നോക്കാം. 1 കഴിഞ്ഞാൽ 7 കൂടെ കൂട്ടിയിട്ടാണ് അടുത്ത തൊട്ട് താഴെ വരിക. അപ്പോൾ 8-ാം തീയതിയും തിങ്കളാഴ്ചയായിരിക്കും, 9-ാം തീയതിയും ചൊവ്വാഴ്ചയായിരിക്കും, 10-ാം തീയതി ബുധനാഴ്ചയായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ബുധനാഴ്ചയായി. വീണ്ടും 8 കൂട്ടിക്കേ, ഇത് 15-ാം തീയതി ആയിട്ട് മാറും, ഇത് 16-ാം തീയതി, 17 കണ്ടോ, 3-ാമത്തെ ആഴ്ച വന്നു. 4-ാമത്തെ 15 7 അല്ലേ, 22, 23, 24, ഇനി ഒന്നുകൂടെ കൂട്ടിക്കേ 29 ഉണ്ടോ, 30, 31, ഇങ്ങനെ ആയിരിക്കും കലണ്ടർ. അപ്പോൾ എത്ര എണ്ണം വന്നു? ഇപ്പം തിങ്കളാഴ്ച നോക്കി 5 തിങ്കളാഴ്ചകൾ വന്നു, ചൊവ്വാഴ്ചകൾ, ബുധനാഴ്ചകൾ. അപ്പോൾ എത്ര എണ്ണം വരും? 5 എണ്ണം വരും. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് എങ്ങനെയാണ്? 31 ദിവസങ്ങളുള്ള മാസങ്ങളാണെങ്കിൽ ആദ്യത്തെ 3 ദിവസം, 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതി ഏത് ദിവസങ്ങളാണോ വരുന്നത് അത് 5 എണ്ണം വീതം കാണും, ബാക്കിയെല്ലാം 4 എണ്ണം വീതമായിരിക്കും. ഇനി 30 ദിവസങ്ങളുള്ളതായ ആളുകളുണ്ട്, മാസങ്ങളുണ്ടല്ലോ, ആ ആളുകൾ ഇപ്പോൾ നവംബർ പോലെയുള്ള മാസങ്ങൾ അതൊക്കെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിൽ 1-ാം തീയതിയും 2-ാം തീയതിയും മാത്രം, ആ വന്നിരിക്കുന്ന 1-ാം തീയതി 2-ാം തീയതി ഏത് ദിവസമാണോ അത് മാത്രം 5 എണ്ണം കാണും, ബാക്കിയുള്ളതൊക്കെ 4 എണ്ണമായിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 5 എന്നാണ്. അടുത്ത ചോദ്യം 0, 1, 3, 6, 10 ആണെങ്കിൽ അടുത്ത സംഖ്യ ഏത്? ആ തന്നിരിക്കുന്ന ശ്രേണി ഒന്ന് വെറുതെ പറഞ്ഞ്, ആദ്യം 0 പിന്നെ 1, പിന്നെ 3, പിന്നെ 6, പിന്നെ 10, അത് കഴിഞ്ഞുള്ള സംഖ്യ ഏതെന്നാണ് ചോദ്യം. ഈ 0, 1 ഇപ്പം നമ്മൾ വ്യത്യാസം എത്ര? 1. അപ്പോൾ ആദ്യം 1 കൂട്ടി, 1, 3 വ്യത്യാസം എത്രയാണ്? 1, 3 വ്യത്യാസം എത്ര? 2ആണ്. 3ഉം 6ഉം തമ്മിൽ വ്യത്യാസം എത്ര? 3ആണ്. 6ഉം 10ഉം തമ്മിൽ വ്യത്യാസം എത്ര? 4ആണ്. അപ്പം ആദ്യം 1 കൂട്ടി, അടുത്ത 2 കൂട്ടി, പിന്നെ 3 കൂടി, 4 കൂടി അല്ലേ? അപ്പം ഇനി അടുത്ത എത്ര കൂട്ടണം? 5 കൂട്ടണം. അപ്പോൾ 10ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 15. അതാണ് നമ്മുടെ ഓപ്ഷൻ ഡി കിടക്കുന്ന 15. അടുത്ത ചോദ്യം 25-ന് മുൻപ് എത്ര അഭാജ്യ സംഖ്യകളുണ്ട്? അഭാജ്യ സംഖ്യകളെന്ന് വെച്ചാൽ പ്രൈം നമ്പർ, ഒരു സംഖ്യയെ ആ സംഖ്യയും 1 കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം സംഖ്യകളെയാണ് അഭാജ്യ സംഖ്യകളെന്ന് പറയുക. നമുക്ക് നോക്കാം എത്ര എണ്ണം ഉണ്ടെന്ന്. നമ്മളിപ്പോൾ 2, 1 എന്ന് പറഞ്ഞ് എടുക്കത്തില്ലല്ലോ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. നമുക്ക് ആദ്യം പ്രൈം നമ്പർ ഏതാണെന്ന് നോക്കുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കിതിവിടെ 2 എന്ന് പറയുന്ന ആളൊരു പ്രൈം നമ്പർ, 2നെ 2 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ 2 എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ ആൻസറാണ്, 2. ഇനി 2 എന്ന് എഴുതി കഴിഞ്ഞാൽ പിന്നീടുള്ള ഈവൻ നമ്പർ എല്ലാം വെട്ടിക്കളയണം. 4 ഇയാളെ 2 കൊണ്ട് പറ്റും, കാര്യം എല്ലാ ഈവൻ നമ്പറിനെയും 2 കൊണ്ട് പറ്റും. ഒക്കെ അത് കഴിഞ്ഞുള്ള എല്ലാ ഈവൻ നമ്പറിനും വെട്ടിക്കളയണം. അങ്ങനെയാണ് പ്രൈം നമ്പർ കണ്ടുപിടിക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ. എല്ലാ ഈവൻ നമ്പറിനും വെട്ടിക്കളയണം. ഇനി അടുത്തത് 3നെ 3 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 3ഉം ഒരു പ്രൈം നമ്പറാണ്. രണ്ടാമത്തെ ആളെ കിട്ടി. ഇനി 3ൻ്റെ മൾട്ടിപ്പിളായിട്ട് ഇവിടെ എല്ലാം കിടപ്പണമെന്നേക്ക് 9 എന്ന് പറയുന്നത് 3ൻ്റെ മൾട്ടിപ്പിളാണ്, 15 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിളാണ്, 21 എന്നുള്ളത് 3ൻ്റെ മൾട്ടിപ്പിളാണ്. ഇനി 5 എന്ന് പറയുന്ന ആളെ 5 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ, 5 കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ, വേറെ ആരും കൊണ്ടും പറ്റില്ല. അപ്പോൾ നമുക്ക് പറയാം 5ഉം ഒരു പ്രൈം നമ്പറാണ്. ഇനി 5ൻ്റെ മൾട്ടിപ്പിളായിട്ട് ആരുണ്ട് ഇവിടെ? 25 ഉണ്ട്, വേറെ ആരുമില്ല. ഇനി അടുത്ത ആരാ? 7. 7ഉം ഒരു പ്രൈമാണ്, 7നെ നമുക്ക് പറയാം. ഇനി വേറെ നോക്കണ്ട, കാര്യം നമ്മുടെ സംഖ്യ 25ആണ്. 25 എന്ന് പറയുമ്പോൾ 25ൻ്റെ റൂട്ട് എത്രയാണ്? 5. ആ 5 വരെയുള്ള സംഖ്യ കൊണ്ട് ചെക്ക് ചെയ്താൽ മതി എന്നാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇനിയുള്ള എന്തൊക്കെയാണ് മിച്ചം വന്നിരിക്കുന്നത് എഴുതിയിട്ട് ആരൊക്കെയാണ്? 11, 13, 17,
19, 23. എത്ര സംഖ്യകളുണ്ട്? 1, 1, 2, 3, 4, 5, 6, 7, 8, 9 സംഖ്യകളാണ് നമുക്കിവിടെ ഉള്ളത്. 9 സംഖ്യകളാണ് നമ്മുടെ 25-ന് മുൻപായിട്ടുള്ള അഭാജ്യസംഖ്യകൾ. അപ്പോൾ ഏതൊക്കെ? 2, 3, 5, 7, 11, 13, 17, 19, 23. അങ്ങനെ ആൻസർ 9. അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് 0.0049 എത്ര എന്നാണ് ചോദ്യം. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന അതാരൊക്കെയാണ്? റൂട്ടിനകത്ത് നമുക്കെങ്ങനെ വന്നിരിക്കുന്നത്? 0.0049 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 0.0049 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന വർഗ്ഗമൂലം കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഈ 49 എന്ന് പറയുന്ന ആളെടുക്കുക. 49ൻ്റെ വർഗ്ഗമൂലം ആരാണ്? 7 ആണ്. അതിനുശേഷം ഇവിടെ എത്ര ദശാംശ സ്ഥാനമുണ്ടെന്ന് നോക്കുക. 1, 2, 3, 4 4 സ്ഥാനമുണ്ട്. സ്ക്വയർ റൂട്ട് ആണെങ്കിൽ നേർ പകുതി, 4ൻ്റെ പകുതി എത്ര? 2 സ്ഥാനം മാറ്റി കുത്തിരണം. അപ്പോൾ നമ്മുടെ ആൻസർ 7 ആണ്. അതിനകത്ത് 2 സ്ഥാനം മാറ്റി കുത്തിരണം. എത്രയാ? ഇവിടെ ഒരു സ്ഥാനം, ഒരു 0 കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ദശാംശം ഇവിടെ ഒരു അല്ലേ ഫംഗ്ഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി 0 കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ എത്രയാ? 0.07 എന്ന് പറയുന്ന സി എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം, സെക്കൻഡിൽ 12.5 മീറ്റർ വേഗതയിൽ ഓടുന്ന 150 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 300 മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ എത്ര സമയമെടുക്കും? അപ്പോൾ അവിടെ രണ്ട് കാര്യം. സെക്കൻഡിൽ 12.5 മീറ്റർ എന്ന് പറഞ്ഞാൽ വേഗതയാണ് പറഞ്ഞിരിക്കുന്നത്. വേഗത എന്ന് പറയുന്നത് ആരാണ്? 12.5 മീറ്റർ പെർ സെക്കൻഡ്. സെക്കൻഡിൽ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. നമുക്ക് അയാളെ ഒന്ന് മിശ്ര ഭിന്നമായിട്ട് കാണിക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെയാണ്? ഈ 12ഉം 2ഉം കൂടെ ഇൻഡു ചെയ്യണം. അപ്പോൾ 24, മുകളിലുള്ള ഒന്ന് കൂട്ടണം. അപ്പോൾ എത്ര? 25/2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ വേഗത നമുക്ക് കിട്ടി. ഇനി തീവണ്ടിയുടെ നീളവും പറഞ്ഞിട്ടുണ്ട്, കടന്നു പോകുന്ന പാലത്തിൻ്റെ നീളവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദൂരം അഥവാ ഡിസ്റ്റൻസ് എന്നെടുക്കുന്നത് അത് രണ്ടും കൂടെ പ്ലസ് ചെയ്തായിരിക്കണം. അപ്പം 150 മീറ്റർ അവിടെയുണ്ട്, പിന്നെ ഒരു 300 മീറ്റർ ഉണ്ട്. അപ്പം 300ഉം 150 കൂട്ടുമ്പോൾ 450 എന്നാണ് ദൂരമായിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് പറയാം എന്താണ്? നമുക്ക് സമയമാണ് ചോദ്യം. ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആളെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതെത്രയാണ്? 450 ഇവിടെ ഉണ്ട്. അയാളെ എത്ര കൊണ്ടാണ്? 25/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒരു ഭിന്നസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇതൊരു ഭിന്നസംഖ്യ ഫ്രാക്ഷനാണ്. അയാളെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 2 മുകളിൽ പോകും, 25 താഴെ വരും. ഉണ്ടോ? ഇനി നമുക്കൊന്ന് വെട്ടിയാൽ മാത്രം മതി. 25 കൊണ്ട് വെട്ടാം. 5ൻ്റെ പട്ടിക കൊണ്ട് വെട്ടാം. 25-ൽ എത്ര പ്രാവശ്യം 5 ഉണ്ട്? 5 തവണയുണ്ട്. 45-ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 5 9 തവണ. അപ്പോൾ 90 എന്ന് വന്നു. 90 എന്നാണ് വന്നിരിക്കുന്നത്. ഇനി എങ്ങനെയാ? 90 നമുക്ക് 5 കൊണ്ട് വെട്ടാം. 9-ൽ 1 തവണ, ശിഷ്ടം 4, 40-ൽ 8 തവണ, 18 × 2 കിട്ടി. 36 സെക്കൻഡ് കൊണ്ട് കടന്നു പോകും. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. ചോദ്യം വായിക്കുക. മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ്. അമ്മയുടെ വയസ്സ് 51 ആയാൽ മകളുടെ വയസ്സ് എത്ര? വളരെ വളരെ ചെറിയ ക്വസ്റ്റ്യനാണ്. കാര്യം എന്താണ്? ഇവിടെ മകൾ എന്ന് പറയുന്ന ആളുടെ വയസ്സിൻ്റെ 3 കൊണ്ട് ഗുണിച്ചാൽ അമ്മയുടെ വയസ്സ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മകളുടെ വയസ്സ് നമുക്കറിയില്ല. ആ മകളുടെ വയസ്സിനെ 3 കൊണ്ട് ഗുണിച്ചു. ആ ഗുണിച്ച് കിട്ടിയപ്പോൾ ഉള്ള വയസ്സാണ് അമ്മയുടെ വയസ്സെന്ന് പറയുന്ന 51 എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ മകളുടെ വയസ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 51 × 3 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ÷ 3 ആവും. വെട്ടാം. 5-ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 3 1 തവണ. 1 3 3 ശിഷ്ടം 2 ഉണ്ട്.
21 എത്ര ദിവസമുണ്ട്? 7. സൈഡിൽ കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 17 നമ്മുടെ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ. വളരെ ചെറിയ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, എത്ര 8-1 ചേർന്നാണ് 2-1 ആകുന്നത്? എത്ര 8-1 ചേർന്നാണ് 2-1 ആകുന്നത്? അപ്പം നമ്മൾ പറയുന്നു ഒരു എക്സ് എണ്ണം 8-1 ചേർന്നു എന്ന് വിചാരിക്കുക. എക്സ് എണ്ണം 8-1 ചേർന്നാണ് 2-1 എന്നായതെന്ന് വിചാരിക്കുക. അപ്പം അതിനെ എഴുതുന്നത് എങ്ങനെയാണ്? എക്സ് എണ്ണം എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു 1/8, അതാണ് എത്ര? 1/2. ഇപ്പം 5 എണ്ണം ചേർന്ന് വെച്ചാൽ 5 ഇൻറ്റു എന്നർത്ഥം. അപ്പോൾ എക്സ് എണ്ണം ചേർന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു എന്നർത്ഥം. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എത്ര എണ്ണമാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെയുള്ള 1/2 കാണിക്കണം. ഈ ഇൻറ്റു ഇവിടെ പോകുമ്പോൾ എത്രയായിട്ട് മാറും? ഡിവൈഡായിട്ട് മാറും. നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുന്ന ഫസ്റ്റ് ഫ്രാക്ഷൻ അങ്ങനെ തന്നെ കാണിക്കണം. ഡിവൈഡിന് പകരം ഇൻറ്റു കാണിക്കണം. രണ്ടാമത്തെ ആൾ തിരിച്ചും കാണിക്കണം. കണ്ടോ, 2ഉം 8ഉം കൂടെ വെട്ടാം. എത്ര പ്രാവശ്യം കൊണ്ട്? 8ൽ 2 4 തവണ. അപ്പം നമുക്ക് എത്ര? 4 എന്ന് കിട്ടി. എന്ന് വെച്ചാൽ എന്തർത്ഥം? 4 8-1 ചേരുമ്പോൾ 2-1 മാറും. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ ലസാഗുവും ഉസാഖയും യഥാക്രമം 144, 24 എന്നിവയാണ്. സംഖ്യകളിൽ ഒരെണ്ണം 72 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ സംഖ്യകളായിട്ട് എ എന്ന് പറയുന്ന ഒരാളെയും ബി എന്ന് പറയുന്ന ഒരാളെയും ഞാൻ സങ്കല്പിക്കുന്നു. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറഞ്ഞാലും, എന്ന് വെച്ചാൽ എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാലും, അവയുടെ ലസാഗുവും ഉസാഖയും അഥവാ LCM ഇൻറ്റു HCF എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. 2 സംഖ്യകളുടെ ഗുണനഫലം എടുത്താലും അവയുടെ LCMും HCFും കണ്ടുപിടിച്ച് അവ തമ്മിൽ ഇൻറ്റു ചെയ്താലും രണ്ടും തുല്യമായിരിക്കും. ഇത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഒരു സംഖ്യ എന്ന് പറയുന്നത് 72 എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് 72 എന്ന് കൊടുക്കാം. ബി അങ്ങനെ തന്നെ. ചോദ്യത്തിൽ LCM പറഞ്ഞിട്ടുണ്ട്, ലസാഗ് 144 എന്ന് പറഞ്ഞിട്ടുണ്ട്. HCF അഥവാ ഉസാഖ 24 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബി എന്ന് പറയുന്ന ആളെ കണ്ടുപിടിക്കണം. അയാളെ മാത്രം അവിടെ നിർത്തുക. ഇപ്പുറത്തുള്ളതായ 144 ഇൻറ്റു 24 കാണിക്കുക. ഇവിടെ ഉള്ള ഇൻറ്റു 72 ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും. ഇവിടെ വെട്ടാനായിട്ട് ചെറിയ എളുപ്പമാർഗ്ഗമുണ്ട്. നിങ്ങൾ ഈ 72 എന്ന് പറയുന്ന ആളെ 2 കൊണ്ടൊന്ന് ഗുണിച്ച് നോക്കിക്കേ. 2 ഇൻറ്റു 2 4, 7 2 14 എന്ന് വെച്ചാൽ 72 2 തവണ ചേരുമ്പോഴാണ് 144 മാറിയത്. അപ്പോൾ 2 തവണയുണ്ട്. ഇനി 24ഉം 2 മാത്രമേ ഉള്ളൂ. 2 ഇൻറ്റു 24 എന്ന് വെച്ചാൽ ആരാണ്? 48. അപ്പോൾ രണ്ടാമത്തെ സംഖ്യ 48. ബി ആണ് നമ്മളുടെ ഓപ്ഷൻ. അടുത്ത ചോദ്യം, 6 മാങ്ങയുടെ വാങ്ങിയ വില 5 മാങ്ങയുടെ വിറ്റ വിലയ്ക്ക് തുല്യമാണ് എങ്കിൽ ലാഭം എത്ര? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ചെറിയൊരു ആശയമുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 6 മാങ്ങയുടെ വാങ്ങിയ വില എന്ന് വെച്ചാൽ CP, 5 മാങ്ങയുടെ വിറ്റ വില എന്ന് വെച്ചാൽ SP. ഇത് വാങ്ങിയ വില, ഇത് വിറ്റ വില. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വാങ്ങിയ വിലയും വിറ്റ വില യഥാർത്ഥത്തിൽ എങ്ങനെ എടുക്കുന്നത്? നേരെ തിരിച്ചെടുത്തേക്കുക. വാങ്ങിയ വില എന്ന് ചോദിച്ചാൽ എത്രണ്ണം? അപ്പോൾ വാങ്ങിയത് എത്ര എന്ന് ചോദിച്ചാൽ എത്ര? 5 എണ്ണം വാങ്ങിച്ചു, അഥവാ CP എന്ന് പറഞ്ഞാൽ 5. വിറ്റത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ തിരിച്ചെത്ര? വിറ്റത് എന്ന് വെച്ചാൽ എത്ര? 6. SP എന്ന് വെച്ചാൽ കണ്ടോ. അപ്പം ഇപ്പം 5 രൂപയ്ക്ക് വാങ്ങി 6 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ ലാഭം എത്രയായിരിക്കും? 1 അല്ലേ? അതുപോലെ തന്നെ 1 ലാഭം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ചോദ്യം വായിക്കുക. 5 സംഖ്യകളുടെ ശരാശരി 41. 35 എന്ന പുതിയ ഒരു സംഖ്യ കൂടി 6ാമതായി ചേർത്താൽ പുതിയ ശരാശരി എത്ര? അപ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന എത്ര സംഖ്യകളാണ്? 5 സംഖ്യകളാണ്.
ഇവയുടെ ശരാശരി എത്രയാണ്? 41. അപ്പോൾ 5 സംഖ്യകളെ ശരാശരി 41 എങ്കിൽ 5 സംഖ്യകളെ ആകെ എത്രയാണ്? 5 സംഖ്യകളുടെ ആകെ കണ്ടുപിടിക്കാൻ ശരാശരിയെ എണ്ണം കൊണ്ട് ഇൻഡു ചെയ്താൽ മതി. 41നെ 5 വെച്ച് സൈഡിൽ ഗുണിക്കുക, എത്ര കിട്ടാം? 205. അപ്പോൾ ഇപ്പോൾ തുക 205 ഇതിലേക്ക് 35 എന്നൊരു പുതിയ സംഖ്യ കൂടെ ഉൾപ്പെടുത്തി. അപ്പം 205ൻ്റെ കൂടെ ആരെ കൂടെ കൂട്ടണം? 35 കൂടെ ഉൾപ്പെടുത്തി എന്ന് പറയുമ്പോൾ 35 കൂടെ കൂട്ടണം. 205 35 കൂടെ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 240. ഇപ്പോൾ നമ്മുടെ 6 സംഖ്യകളുടെ തുക എത്രയാണ്? 240. ഇപ്പം നമ്മുടെ കയ്യിലുള്ള 6 സംഖ്യ അവയുടെ തുകയാണ് എത്ര? 240. ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിലോ ആ തുകയെ എണ്ണം കൊണ്ട് എത്ര കൊണ്ട് ഇപ്പോൾ സംഖ്യകൾ 6 കൊണ്ട് ഹരിക്കണം. എത്ര? 6ഉം 24 കൊണ്ട് വെട്ടാം. 4 തവണ 6 4 24 ആ 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആൻസർ എത്രയാണ്? പുതിയ ശരാശരി 40. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. അടുത്ത ചോദ്യം 485.012 ഇൻറ്റു 100 എത്ര? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 485.012 ഇൻറ്റു എത്ര കൊണ്ടാണ് ഗുണിക്കണ്ടേ? 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. അപ്പം നമ്മുടെ ദശാംശ സ്ഥാനം ഇവിടുന്ന് 2 സ്ഥാനം ഇങ്ങോട്ട് മാറണം. എങ്ങോട്ടാണ്? 1 പിന്നെ ഇങ്ങോട്ട് 1 2. അപ്പോൾ ഇവിടെ വന്ന് ദശാംശം നിൽക്കണം. അപ്പോൾ എത്ര? 4 8 5 0 1 അത് കഴിഞ്ഞിട്ടാണ് ദശാംശം കാണിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സി ആണ് നമ്മുടെ ഓപ്ഷൻ. അപ്പോൾ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ ദശാംശം 2 സ്ഥാനം വലത്തേക്ക് തിരിച്ചാൽ മാത്രം മതിയാകും. നമുക്കൊരു ചെറിയൊരു പടം പോലെ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നു ഈ ക്രമത്തിൽ തുടർന്നാൽ 5ാമത്തെ ചിത്രത്തിൽ എത്ര വരകൾ കാണുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ വരകളെന്നല്ല തീപ്പെട്ടിക്കൊള്ളി കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത് വിചാരിച്ചിരിക്കുക. അപ്പോൾ എത്ര? 1 2 3 4 തീപ്പെട്ടിക്കൊള്ളികളാണ് ആദ്യത്തെ പടത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തിനാണെങ്കിലോ 1 2 3 4 ഇപ്പോൾ 4 എണ്ണമായി. പിന്നെ 5 6 7 അപ്പോൾ എത്ര എണ്ണം ഉപയോഗിച്ചു? 7 എണ്ണമാണ് അടുത്തതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതിന് എങ്ങനെയാണെന്ന് നോക്കിയേ? 1 2 3 4 5 6 7 8 9 10 അപ്പോൾ മൂന്നാമത്തിന് എത്ര ഉപയോഗിച്ചു? 10. അത് നോക്കിക്കേ, 4 ഒരു 3 കൂടെ കൂടിയപ്പോൾ 7, വീണ്ടും ഒരു 3 കൂടിയപ്പോൾ 10, അടുത്ത 3 കൂടിയാൽ 13, അടുത്ത കൂടിയാൽ 16. അങ്ങനെ നമ്മുടെ ആൻസർ എത്രയാണ്? ബി എന്ന് പറയുന്ന ഓപ്ഷൻ 16 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം എ ബി സി ഡി ഇ എന്നിങ്ങനെ 5 കുട്ടികൾ ഒരു വരിയിൽ നിൽക്കുന്നു. ബിയുടെയും ഡിയുടെയും ഇടയിലാണ് എ, ഡിയുടെയും ഇയുടെയും ഇടയിലാണ് സി. ഏറ്റവും അറ്റത്തുള്ള കുട്ടികൾ ആരൊക്കെയായിരിക്കും? അപ്പോൾ നമുക്കൊന്ന് ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. നമുക്കിപ്പോൾ ഒരു വരിയിലാണ് ഇവരുള്ളതെന്ന് പറഞ്ഞു. ആദ്യം പറയുന്നതാണ് ബിയുടെയും ഡിയുടെയും ഇടയിലാണ് എ. അപ്പോൾ ഇവിടെ ബി എന്നിവിടെ കാണിച്ചു, ഇവിടെ ഡി എന്ന് കാണിച്ചു. ഇവരുടെ ഇടയിലാണ് ആര് വരേണ്ടത്? എ വരേണ്ടത്. അതിനിടയ്ക്ക് വേറെ ആരും വരാൻ പാടില്ല. ഇനി എന്താണ്? ഡിയുടെയും ഇയുടെയും ഇടയിലാണ് സി. അപ്പം ഡി ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ സി കൂടെ കാണിക്കണം. ആ രണ്ടാളുകളുടെയും ഇ കൂടെ കാണിക്കണം. ആ ഡിയുടെയും ഇയുടെയും ഇടയിലാണ് ആര്? സി ഉള്ളത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓർഡറിലായി. ആ വന്നിരിക്കുന്ന ഓർഡർ ഇങ്ങനെയാണ്. അപ്പോൾ അറ്റത്തുള്ള കുട്ടികൾ ആരൊക്കെയായിരിക്കും? ഒരാൾ ബി ആയിരിക്കും, ഒരാൾ ഇ ആയിരിക്കും. അപ്പോൾ അറ്റത്തുള്ള ആളുകൾ ആരൊക്കെയായിരിക്കും? ബിയും ഇയും ആയിരിക്കും അറ്റത്തുള്ളത്. കണ്ടോ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ.